ഇങ്ങനെ നിറഞ്ഞിക്കണതില്ല കണ്ട ഉച്ചിറങ്ങിക്കുന്നുണ്ട്. ഇങ്ങനെ പാത്രത്തിൽ വല്ല ഇറക്കുള്ള പാത്രത്തിൽ വെള്ളം നിറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം 2 ദിവസം ഒരു 3 ദിവസം കഴിഞ്ഞാൽ കൊതുകളെ കയ്യിൽ വന്ന് മുട്ടിട്ടുണ്ടാവും. എന്നിട്ട് അവരിങ്ങനെ നടക്കാൻ തുടങ്ങും. അപ്പം എന്ത് ചെയ്യാന്നറിയാം, അതിനെ അരിച്ചിട്ട് അതുപോലെ അരിപ്പ പഴയ അരിപ്പാണ് അതിലിങ്ങനെ അരിക്കാൻ വെക്കുന്നതാണ്. പുറത്തേക്ക് കളയാൻ പാടില്ല, ഇങ്ങനെ അരിക്കണം. അരിക്കണതിൽ കാണിക്കണം കേട്ടോ. കഴുകണം, കഴുകിയിട്ട് പുറത്തേക്ക് പോകാത്ത വിധത്തിൽ കഴുകുക. അതാണ് ഇങ്ങനെ കഴുകുക. എന്നിട്ട് എന്ത് കാട്ടുക, ഗപ്പികൾക്കാണ്ട് ഇട്ട് കൊടുത്താണ്ടല്ലോ അവർ നല്ല കഴിക്കും. അവർക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ഇതേപോലെ പൈപ്പിൽ ചോട്ടിൽ വെക്കുകയും ചെയ്യാം. കഴിക്കും, നല്ല ഇഷ്ടമാണ് ഗപ്പികൾക്ക്. ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർ നല്ല കഴിക്കും. അതിലുള്ള കൂത്തനൊക്കെ അവർ തിന്നും. അപ്പോൾ നമ്മളെ വീട്ടിൽ കൊതുകുണ്ടാവില്ല. ഒരു കൊതുകൊക്കെ മതി കുറേ മുട്ടിട്ട് വിരിക്കാൻ. അപ്പോൾ ഞാൻ അതുപോലെ അവിടെ ഇവിടെയൊക്കെ പാത്രത്തിൽ വെള്ളം വെക്കും. അപ്പോൾ അതിൽ വന്ന് മുട്ടിട്ട് ആ കൊതുകൂത്തൻ മീനുകൾക്ക് തിന്നാൻ കൊടുക്കാമല്ലോ. അവർ വലുതാവും ചെയ്യും. നമ്മളെ വീട്ടിലത്തെ കൊതുക് വിരിച്ചിറങ്ങില്ല. അല്ല ഇപ്പോൾ അവരെവിടെയെങ്കിലും പോയിട്ടൊക്കെ മുട്ടിട്ട് വിരിഞ്ഞിട്ടേ നിറയെ കൊതുക് തന്നെ ഇരിക്കുക. കൊതുക് അധികമാവും. അപ്പോൾ അതിനെ ചെയ്യണതാണിത്. 5-6 ഗപ്പിനെ വളർത്തിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ വെക്കുക. ഓർമ്മ വേണം കേട്ടോ, മറക്കാൻ പാടില്ല. കാരണം ഒരാഴ്ച കഴിഞ്ഞ് അവർ വിരിച്ച് കൊതുവായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നോക്കിയില്ലേ കൊതു നിറയും ചെയ്യും. ഇങ്ങനെ ചെയ്താൽ ഇവർക്ക് ഭക്ഷണമാണ്. നല്ല വേഗം വലുതാവും ഗപ്പിന്ന്. ഞാനിങ്ങനെ ചെയ്യാറ് കൊതുകിനെ മാറ്റാൻ. ഒരു ഹോസ്പിറ്റലൊക്കെ കണ്ടിരിക്കണേ, അവർ ടാങ്കിൽ വെറുതെ വെച്ചിക്കുക. എന്നിട്ട് എന്തത്ര കൊതുകയിൽ വന്ന് മുട്ടടുത്ര അതിന് ഗപ്പിനെ വളർത്തിക്കുക. ഞങ്ങളവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഈ ഗപ്പിനൊക്കെ എന്താണെന്നറിയാം ഇപ്പോൾ അതൊക്കെ ചെയ്യാറ്.